ദൃഷ്ടി ന്യൂസിന്റെ റൂട്ടർ ആപ്പിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സിന്ധു നദിയെ കുറിച്ച് ഉള്ള കുറച്ച് കീ പോയിന്റ്സ് നമുക്ക് നോക്കാം. എൻ്റെ പേര് ലിജിൻ രാജു. ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാനപ്പെട്ട നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇന്ത്യയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു നദി. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു നദി. ഇത് അറബിക്കടലിലാണ് ഇതിന്റെ പതനസ്ഥാനം. കിഴക്കോട്ട് ഒഴുകുന്ന ഹിമാലയൻ നദികൾ ഏവയാണെന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട നദികളാണ് ഗംഗയും ബ്രഹ്മപുത്രയും. സിന്ധു നദിയുടെ നീളം എത്രയാണ്? 3180 കിലോമീറ്റർ ആണ് സിന്ധു നദിയുടെ നീളം. സിന്ധു നദി ഏതൊക്കെ രാജ്യങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങളാണ് ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ. ചൈനയിലൂടെയും ഇന്ത്യയിലൂടെയും പാകിസ്ഥാനിലൂടെയുമാണ് സിന്ധു നദി ഒഴുകുന്നത്. സിന്ധു നദി ഇന്ത്യയുടെ ഒഴുകുന്ന ദൂരം എത്രയാണ്? ഇന്ത്യയിലൂടെ സിന്ധു നദി ഒഴുകുന്ന ദൂരമാണ് 709 കിലോമീറ്റർ. 709 കിലോമീറ്റർ ആണ് ഇന്ത്യയിലൂടെ സിന്ധു നദി ഒഴുകുന്നത്. ഏറ്റവും നീളം കൂടിയ ഹിമാലയൻ നദിയാണ് സിന്ധു നദി. സിന്ധു നദിക്കാണ് ഹിമാലയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഏറ്റവും നീളം കൂടുതൽ. സിന്ധു നദി എവിടെയാണ് ഉത്ഭവിക്കുന്നത്? ടിബറ്റിൽ നിന്നാണ്. അതായത് ചൈനയുടെ ഭാഗമായിട്ടുള്ള ടിബറ്റിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. സിന്ധു നദി ഏത് തടാകത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ടിബറ്റിലെ മാനസ സരോവർ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. സിന്ധു നദി ഉത്ഭവിക്കുന്ന ഹിമാനി ഏതാണ്? ഗ്ലാസിയർ എന്നാണ് ഹിമാനിയുടെ ഇംഗ്ലീഷിലുള്ള പേര്. ബൊഗാർച്ചു ഹിമാനി. ബൊഗാർച്ചു ഹിമാനിയിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഹിമാനി എന്നാൽ എന്താണ്? ചലിക്കുന്ന മഞ്ഞുമല. ചലിക്കുന്ന മഞ്ഞുമല എന്നാണ് ഹിമാനി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഹിന്ദുക്കളിലെ പുണ്യ തടാകം അല്ലെങ്കിൽ വിഷ്ണു തടാകം എന്ന് അറിയപ്പെടുന്ന തടാകമാണ് സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനമായ മാനസരോവർ തടാകം. മാനസ സരോവർ തടാകം. ഹിന്ദുക്കളുടെ ഇന്ത്യയിലെ പുണ്യ തടാകം ഏതാണ്? പുഷ്കർ തടാകം. രാജസ്ഥാനിലെ പുഷ്കർ തടാകമാണ് ഹിന്ദുമത വിശ്വാസികളുടെ ഇന്ത്യയിലെ പുണ്യ തടാകം. നമ്മൾ പറഞ്ഞ മാനസ സരോവർ ഇന്ത്യയിലല്ല, അത് ചൈനയിലെ ടിബറ്റിലാണ്. സിന്ധു നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ കൂടെയാണ്? ലഡാക്ക്. ജമ്മു കാശ്മീരിലെ ലഡാക്കിലൂടെയാണ് ഇന്ത്യയിലേക്ക് സിന്ധു നദി പ്രവേശിക്കുന്നത്. ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി. ജമ്മു കാശ്മീരിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ് സിന്ധു നദി. ലേ പട്ടണത്തിൽ വെച്ച് സിന്ധു നദി കൂടിച്ചേരുന്ന ഏത് നദിയുമായിട്ടാണ്? അതായത് സിന്ധു നദിയിലേക്ക് കൂടിച്ചേരുന്ന നദിയാണ് ഷിയോക് നദിയാണ് സിന്ധു നദിയായിട്ട് കൂടിച്ചേരുന്ന നദി. ഷിയോക് നദിയെ കൂടിച്ചേർന്ന ഷിയോക് നദിയിൽ കൂടിച്ചേർന്ന സിയാച്ചിനിൽ നിന്നുള്ള നദി ഏത്? നെബ്ര നദി. ഷിയോക് നദിയിലേക്ക് കൂടിച്ചേരുന്ന ഇന്ത്യയിലെ മറ്റൊരു നദിയാണ് നെബ്ര നദി. നെബ്ര നദിയാണ് ഷിയോക് നദിയിലേക്ക് കൂടിച്ചേരുന്ന മറ്റൊരു നദി. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന എവിടെ കൂടിയാണ്? നംഗപർവ്വതത്തിന് അടുത്തുള്ള ചിലാർ എന്ന സ്ഥലത്തുകൂടെയാണ്. അതായത് നംഗപർവ്വതം എന്ന് പറയുന്ന പർവ്വതത്തിന് അടുത്തുള്ള ചിലാർ എന്ന് പറയുന്ന പ്രദേശത്തു കൂടിയാണ് ഇന്ത്യയിൽ നിന്നും സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത്. സിന്ധു നദി ഏത് കടലിലാണ് പതിക്കുന്നത്? സിന്ധു നദി ഞാൻ നേരത്തെ പറഞ്ഞു, സിന്ധു നദി പതിക്കുന്നത് അറബിക്കടലാണ്. സിന്ധു നദിയാണ് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഒരു നദി. സിന്ധു നദി അറബിക്കടലിൽ പതിക്കുന്നത് പാകിസ്ഥാനിലെ ഏത് സ്ഥലത്ത് വെച്ചാണ്? കറാച്ചി എന്ന് പറയുന്ന പാകിസ്ഥാനിലെ തുറമുഖ പട്ടണത്ത് വെച്ചാണ് കടലിലേക്ക് സിന്ധു നദി അറബിക്കടലിൽ പതിക്കുന്നത്. സിന്ധു നദി ഏറ്റവും ദൂരം ഒഴുകുന്നത് ഏത് രാജ്യത്തു കൂടിയാണ്? സിന്ധു നദി ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് പാകിസ്ഥാനിലൂടെയാണ്. ഇന്ത്യയിലൂടെയല്ല, ചൈനയിലൂടെയല്ല, പാകിസ്ഥാനിലൂടെയാണ് സിന്ധു നദി ഏറ്റവും കൂടുതൽ ഒഴുകുന്നത്. പാകിസ്ഥാന്റെ ദേശീയ നദി എന്നറിയപ്പെടുന്നതും സിന്ധു നദിയാണ്. പാകിസ്ഥാന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നതും സിന്ധു നദിയാണ്. എന്തുകൊണ്ടെന്നാൽ പാകിസ്ഥാനിലെ ഭക്ഷ്യ കലവറ മേഖലയിൽ, ഭക്ഷ്യ ഉൽപാദന മേഖലയിൽ നിർണായകമായിട്ടുള്ള പങ്കാണ് സിന്ധു നദി വഹിക്കുന്നത്. അതുകൊണ്ടാണ്
പാകിസ്ഥാന്റെ ജീവരേഖ എന്ന് സിന്ധു നദി അറിയപ്പെടാനുള്ള കാരണം. സിന്ധു നദി ജല ഉടമ്പടി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? സിന്ധു നദി ജല ഉടമ്പടി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ളതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉടമ്പടിയാണ് സിന്ധു നദി ജല ഉടമ്പടി. സിന്ധു നദി ജല ഉടമ്പടി ഏത് വർഷമാണ് ഒപ്പുവെച്ചത്? സിന്ധു നദി ജല ഉടമ്പടി ഒപ്പുവെച്ചത് 1960-ലാണ്. സിന്ധു നദി ജല ഉടമ്പടി ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? 1960-ൽ നമുക്കറിയാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അദ്ദേഹമാണ് സിന്ധു നദി ജല ഉടമ്പടിയിൽ ഒപ്പുവെച്ച പ്രധാനമന്ത്രി. സിന്ധു നദി ജല ഉടമ്പടിയിൽ ഒപ്പുവെച്ച പാകിസ്ഥാൻ പ്രസിഡന്റ് ആരായിരുന്നു? അയൂബ് ഖാൻ ആയിരുന്നു 1960-കളിലെ പാകിസ്ഥാന്റെ പ്രസിഡന്റ്. അദ്ദേഹമാണ് സിന്ധു നദി ജല ഉടമ്പടിയിൽ ഒപ്പുവെച്ച പാകിസ്ഥാൻ പ്രസിഡന്റ്. സിന്ധു നദി ജല ഉടമ്പടിയിൽ മധ്യസ്ഥ വഹിച്ചത് ആരാണ്? ഇതൊരു പ്രത്യേകത ഉണ്ട്. വേൾഡ് ബാങ്ക്, ലോകബാങ്കാണ് സിന്ധു നദി ജല ഉടമ്പടിയിൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ അധ്യക്ഷത. സാധാരണ പലപ്പോഴും രാജ്യങ്ങളാണ് അധ്യക്ഷത വഹിക്കാറുള്ളത്. പക്ഷെ ഇവിടെ വളരെ വ്യത്യസ്തമായ രീതിയിൽ വേൾഡ് ബാങ്കാണ് സിന്ധു നദി ജല ഉടമ്പടിയിൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ മധ്യസ്ഥത വഹിച്ചത്. സിന്ധു നദി ജല ഉടമ്പടി പ്രകാരം ഏതൊക്കെയാണ് പാകിസ്ഥാന്റെ കീഴിൽ വരുന്നത്? അതായത് സിന്ധു നദി ജല ഉടമ്പടി പ്രകാരം സിന്ധു, ഝലം, ചെനാബ് എന്നീ 3 നദികൾ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലേക്കാണ് വരുന്നത്. സിന്ധു നദി ജല ഉടമ്പടി പ്രകാരം ഇന്ത്യയുടെ കീഴിൽ വരുന്ന നദികൾ ഏതൊക്കെയാണ്? രവി, ബിയാസ്, സത്ലജ്. അതായത് രവി, ബിയാസ്, സത്ലജ് എന്നീ 3 നദികൾ, ഇന്ത്യയിലൂടെ ഒടുങ്ങുന്ന ഈ 3 നദികൾ ആണ് സിന്ധു നദി ജല ഉടമ്പടി പ്രകാരം ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ വരുന്നത്. ഏത് അണക്കെട്ടാണ് രവി നദിയിലെ ജലം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് തടയുന്നത്? അതായത് രഞ്ജിത് സാഗർ അണക്കെട്ടിലൂടെയാണ് നമ്മളുടെ രവി നദിയിലുള്ള ജലം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് നിയന്ത്രിക്കുന്നത്. പാകിസ്ഥാനിലേക്ക് രവി നദിയുടെ ജലം ഒഴുകുന്നത് തടയുന്നതിനായി നിർമ്മിച്ച ബാരേജ് ഏതാണ്? ഷംപൂർ കണ്ടി ബാരേജ് ആണ് പാകിസ്ഥാനിലേക്ക് രവി നദിയിലെ ജലം ഒഴുകുന്നത് തടയുന്നതിന് വേണ്ടി നിർമ്മിച്ച ബാരേജ്. സിന്ധുവിന്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? സിന്ധുവിന്റെ 5 പോഷക നദികളാണ് സത്ലജ്, ചിനാബ്, ബിയാസ്, ഝലം, രവി. ഇവയാണ് സിന്ധുവിന്റെ പോഷക നദികൾ. അതാണ് സത്ലജ്, ചിനാബ്, ബിയാസ്, ഝലം, രവി. അതുകൊണ്ടാണ് പഞ്ചാബ് എന്ന് പറയുന്ന പ്രദേശം ഈ നദികളിൽ നിന്നാണ് ആ പേര് സ്വീകരിക്കാനുള്ള കാരണം. ഈ പഞ്ചാബ് എന്ന പ്രദേശം ഇന്ത്യയിലുമുണ്ട്, അതുപോലെ തന്നെ പാകിസ്ഥാനിലുമുണ്ട്. സിന്ധുവിന്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ഏത്? സത്ലജ് ആണ് സിന്ധു നദിയുടെ പോഷക നദിയായ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി. സത്ലജ്, ചിനാബ്, ബിയാസ്, ഝലം, രവി എന്നിവയാണ് സിന്ധു നദിയുടെ പോഷക നദിയിൽ. ഇവയിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് സത്ലജ്. ഇതാണ് സിന്ധുവിന്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദി. സിന്ധുവിന്റെ ഏറ്റവും നീളം കുറഞ്ഞ പോഷക നദിയാണ് ബിയാസ്. സിന്ധുവിന്റെ ഏറ്റവും നീളം കുറഞ്ഞ പോഷക നദിയാണ് ബിയാസ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ആണ് ചിനാബ്. ഏറ്റവും വലുത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്നത് എന്നാണ്. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്ന ഹിമാലയൻ നദിയാണ്. ഋഗ്വേദം നമുക്കറിയാം ആര്യകാലഘട്ടം രചിക്കപ്പെട്ട ഒരു കൃതിയാണ് ഋഗ്വേദം. ആ ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്ന നദിയാണ് സിന്ധു നദി. സിന്ധുവിന്റെ പോഷക നദിയുടെ ഋഗ്വേദത്തിലെ പേരുകൾ ഏതൊക്കെയാണ്? ഋഗ്വേദത്തിലെ സിന്ധുവിന്റെ പോഷക നദികളായ ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയ്ക്ക് വ്യത്യസ്തമായ പേരുകളാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഝലം നദിയെ ഋഗ്വേദത്തിൽ പറയുന്നത് വിദാസ്ത എന്നാണ്. ചിനാബ് നദിയെ പറയുന്നത് അസ്കിനി എന്നാണ് ചിനാബ് നദിയെ ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ രവി നദിയെ പരുഷ്ണി എന്നാണ് രവി നദിയെ ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബിയാസ് എന്ന് പറയുന്ന സിന്ധുവിന്റെ പോഷക നദിയെ പരാമർശിച്ചിരിക്കുന്നത് വിഭാഷ എന്നാണ് ഋഗ്വേദത്തിൽ ബിയാസ് നദിയെ പരാമർശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സത്ലജ് നദിയെ ശതദ്രു എന്നാണ് നമ്മളുടെ സത്ലജ് നദിയെ ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. പഞ്ചനദികൾ എന്നറിയപ്പെടുന്ന ഏതൊക്കെ നദികളാണ്?
സിന്ധുവിന്റെ പോഷക നദികളായ സത്ലജ്, ബ്യാസ്, ചിനാബ്, ഝലം, രവി. ഈ 5 നദികളാണ് പഞ്ചനദികൾ എന്ന് അറിയപ്പെടുന്നത്. പഞ്ചനദികളുടെ നാട് എന്നറിയപ്പെടുന്നതാണ് പഞ്ചാബ്. ഞാൻ നേരത്തെ പറഞ്ഞു, പഞ്ചാബ് എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ഉത്ഭവത്തിന് കാരണമായ ഈ നദികളാണ് ഈ പറയുന്ന സത്ലജ്, ബിയാസ്, ചിനാബ്, ജലം, രവി. ഈ നദികളാണ് പഞ്ചാബ് എന്ന് പറഞ്ഞ പ്രദേശ ഉത്ഭവത്തിന് കാരണമായിട്ടുള്ള. അതുകൊണ്ടാണ് ആ പ്രദേശത്തിന് പഞ്ചാബ് എന്ന പേര് വന്നത്. അതുകൊണ്ടാണ് പഞ്ചനദികൾ എന്നും അറിയപ്പെടുന്നത്. സിന്ധു നദിയുടെ ഏറ്റവും തെക്കേ അറ്റത്തും കിഴക്കേ അറ്റത്തുമുള്ള പോഷക നദി ഏതാണ്? സത്ലജ്. സത്ലജ് ആണ് സിന്ധു നദിയുടെ ഏറ്റവും തെക്ക് കിഴക്കേ അറ്റത്തെ പോഷക നദി. സത്ലജ് നദിയുടെ ഉത്ഭവം എവിടെയാണ്? ചൈനയിലെ ടിബറ്റിലെ രക്ഷസ്ഥാൽ തടാകത്തിൽ നിന്നാണ് സത്ലജ് നദിയുടെ ഉത്ഭവം. സത്ലജ് നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏത് ചുരത്തിലൂടെയാണ്? നമുക്കറിയാം, ചുരങ്ങളിലൂടെയാണ്, മലയിടുക്കിലാണ് ചുരങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഈ ചുരത്തിലൂടെ, അതായത് ഷിപ്കില എന്ന് പറയുന്ന ചുരത്തിലൂടെയാണ് സത്ലജ് നദി ഇന്ത്യയിലേക്ക് ചൈനയിൽ നിന്നും പ്രവേശിക്കുന്നത്. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില ചുരം. അതായത് ഹിമാചലിനെയും ടിബറ്റിനെയും, ചൈനയുടെ ഭാഗമായിട്ടുള്ള ടിബറ്റിനെയും. ഒരു കാലത്ത് ടിബറ്റ് എന്ന് പറയുന്ന പ്രദേശം ഒരു രാജ്യമായിരുന്നു. പിന്നീട് 1950കളിൽ ചൈന ആ പ്രദേശത്തെ കീഴടക്കുകയും അവിടുന്ന് ദലൈലാമ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയും ചെയ്യും. അത് മറ്റൊരു ക്ലാസ്സിൽ അതിനെപ്പറ്റി പറയാം. അതായത് ഹിമാചൽ പ്രദേശിൽ നിന്നും ടിബറ്റിലേക്ക് പോകാനുള്ള ചുരമായിരുന്നു ഷിപ്കില. ആ ചുരത്തിലൂടെയാണ് നമ്മൾ സത്ലജ് നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതും ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരവുമാണ് ഷിപ്കില ചുരം. സത്ലജ് നദി ഏതൊക്കെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്? 2 സംസ്ഥാനങ്ങളിലൂടെയാണ് സത്ലജ് നദി ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത്. പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് ഒന്ന് ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്. ബക്ര ഡാം, ഭക്രാനംഗൽ ഡാം എന്നറിയപ്പെടുന്ന ഡാം ഏത് സംസ്ഥാനത്തിന് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ പ്രദേശിലാണ് ബക്ര ഡാം സ്ഥിതി ചെയ്യുന്നത്. നംഗൽ ഡാം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? പഞ്ചാബ്. നമ്മൾ ബക്ര നംഗൽ എന്നാണ് ഈ ഡാം പൊതുവെ അറിയപ്പെടുന്നത്. ഈ 2 ഡാമുകളും വ്യത്യസ്തമായ 2 ഡാമുകൾ. ഇത് ഒന്നിച്ച് അടുത്തടുത്ത് കിടക്കുന്ന 2 സംസ്ഥാനങ്ങളോട് ചേർന്ന് കിടക്കുന്ന ഒരു ഡാമാണ്. അതിൽ ബക്ര ഡാം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലും നംഗൽ ഡാം സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലുമാണ്. ബക്രാനംഗൽ ഡാം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ പ്രദേശ്. അതായത് ബക്രാനംഗൽ ഡാം എന്ന് പറയുന്ന ഡാമും രണ്ടും കൂടി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഹിമാചൽ പ്രദേശ് എന്ന് പറയാവുന്നതാണ്. ബക്രാനംഗൽ ഡാം ഏതൊക്കെ ഡാമുകൾ ചേർന്നാണ്? ബക്ര ഡാമും നംഗൽ ഡാമും ചേർന്നാണ് ബക്രാനംഗൽ ഡാം. ഇത് 2 സംസ്ഥാനത്തായിട്ട് സ്ഥിതി ചെയ്യും. നമ്മളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക കേട്ടോ. പഞ്ചാബിൽ വെച്ച് സത്ലജ് നദിയിലെ ജലം രാജസ്ഥാനിലേക്ക് തിരിച്ചുവിടുന്നതായി നിർമ്മിച്ചിരിക്കുന്ന കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ അഥവാ രാജസ്ഥാൻ കനാൽ. അതായത് പഞ്ചാബിൽ നിന്ന് സത്ലജ് നദിയിലെ ജലം രാജസ്ഥാനിലേക്ക് തിരിച്ചുവിടുന്നതിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ അഥവാ രാജസ്ഥാൻ കനാൽ. താർ മരുഭൂമിയിലേക്ക് ജലം തിരിച്ചുവിടുന്നതിനായി നിർമ്മിച്ചിരിക്കുന്ന കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ അല്ലെങ്കിൽ രാജസ്ഥാൻ കനാൽ എന്നറിയപ്പെടുന്ന കനാൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ. മനുഷ്യനിർമ്മിതമായിട്ടുള്ള കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ദിരാഗാന്ധി ലഗൂണുകൾ. ഇന്ദിരാഗാന്ധി കനാലിലെ ഗുണങ്ങൾ കിട്ടുന്ന സംസ്ഥാനങ്ങൾ. ഇന്ദിരാഗാന്ധി കനാലിലെ ഗുണങ്ങൾ കിട്ടുന്ന സംസ്ഥാനങ്ങളാണ് പഞ്ചാബും ഹരിയാനയും രാജസ്ഥാനും. 3 സംസ്ഥാനങ്ങൾക്കാണ് ഇന്ദിരാഗാന്ധി കനാൽ കൊണ്ട് ഗുണം ലഭിക്കുന്നത്. സത്ലജ് നദി കടന്നു പോകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ. ഈ 3 രാജ്യങ്ങളിലൂടെയാണ് സത്ലജ് നദി കടന്നു പോകുന്നത്. സത്ലജ് നദിയുടെ പതനം എങ്ങനെയാണ്? ചിനാബ് നദിയിലാണ് പതിക്കുന്നത് പാകിസ്ഥാനിൽ. സത്ലജ് നദി പതിക്കുന്നത് ചിനാബ് നദിയിലാണ്, ഇത് പാകിസ്ഥാനിലാണ്. സിന്ധു നദിയുടെ ഏറ്റവും നീളം കുറഞ്ഞ പോഷക നദി ഏതാണ്? ബിയാസ് നദി. ബിയാസ് നദിയാണ് സിന്ധു നദിയുടെ ഏറ്റവും പോഷക നദി. നമ്മൾ നേരത്തെ പരാമർശിക്കുണ്ടായിട്ടുണ്ട്. ബിയാസ് നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഹിമാചൽ പ്രദേശിലെ ഹോങ്താങ് ചുരം. ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലെ ഹോങ്താങ് എന്ന് പറയുന്ന ചുരത്തിൽ നിന്നാണ് ബിയാസ് നദി ഉത്ഭവിക്കുന്നത്. മണാലിയിലെ കുളു താഴ്വരയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചുരമാണ് റോഹ്താങ് ചുരം. നമുക്കറിയാം, മണാലിയിലെ
കുളു താഴ്വര, നമ്മള് ടൂറിസ്റ്റ് കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഒത്തിരി കേൾക്കാവുന്നതാണ്. മണാലിയും കുളുവും താഴ്വരകൾ, ആ പ്രദേശത്തെ ഉൾപ്പെടുത്ത ചുരമാണ് റോഹ്താങ് ചുരം. കുളു താഴ്വരയെ സൃഷ്ടിക്കപ്പെടാൻ കാരണമായ നദി ഏതാണ്? ബ്യാസ് നദി. കുളു താഴ്വര സൃഷ്ടിക്കപ്പെടുവാനായിട്ട് കാരണമായിട്ടുള്ള നദിയാണ് ബിയാസ് നദി. ബിയാസ് നദി ഏത് താഴ്വരയുടെ സൃഷ്ടിക്കാണ് കാരണമായിട്ടുള്ളത്? നേരത്തെ നമ്മൾ പറഞ്ഞു കുളു താഴ്വരയ്ക്കാണ്. ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചൊക്കെ വരാറുണ്ട് പലപ്പോഴും, ശ്രദ്ധിക്കുക. ബിയാസ് നദിയുടെ പതനം എങ്ങനെയാണ്? പഞ്ചാബിൽ വെച്ച് സത്ലജ് നദിയിൽ ചേരുന്നു. ബിയാസ് നദി എവിടെയാണ് ചേരുന്നത്? പഞ്ചാബിൽ വെച്ച് സത്ലജ് നദിയിലാണ് ബിയാസ് നദി ചേരുന്നത്. ഇന്ത്യയിൽ ഉത്ഭവിച്ച് ഇന്ത്യയിൽ തന്നെ പതനം സംഭവിക്കുന്ന സിന്ധുവിന്റെ പോഷക നദി ഏതാണ്? ബിയാസ്. പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇന്ത്യയിലാണ് ഉത്ഭവിക്കുന്നത്, ഇന്ത്യയിൽ തന്നെയാണ് പതിക്കുന്നത്. അത് ബിയാസ് ആണ്. ബിയാസ് നദിയുടെ അണക്കെട്ട്, ബിയാസ് നദിയിലെ അണക്കെട്ടാണ് പോങ് അണക്കെട്ട്. ഏത് അണക്കെട്ടാണ്? പോങ് അണക്കെട്ടാണ് ബിയാസ് നദിയിലെ അണക്കെട്ട്. ചിനാബ് നദി എവിടെയാണ് ഉത്ഭവിക്കുന്നത്? ഹിമാചൽ പ്രദേശിലെ ബരാലച്ച ചുരം ഭാഗത്താണ് ഈ പറയുന്ന ചിനാബ് നദി ഉത്ഭവിക്കുന്നത്. ഹിമാചൽ പ്രദേശിലാണ് ഉത്ഭവിക്കുന്നത്. അത് ഇന്ത്യയിലാണ്. ഹിമാചൽ പ്രദേശിലെ മണാലിയിലെ ലഡാക്കിലെ പട്ടണമായി ബന്ധിപ്പിക്കുന്ന ചുരം, അതായത് ഹിമാചൽ പ്രദേശിലെ മണാലിയെയും ലഡാക്കിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബലാര ചുരം. അതായത് ഹിമാചൽ പ്രദേശിലെ മണാലിയെയും അതുപോലെ ലഡാക്കിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബാരാല ചുരം. പ്രാരംഭഘട്ടത്തിൽ ചിനാബ് നദിയുടെ പേര് എന്താണ്? അതായത് തുടക്കഘട്ടത്തിൽ ചിനാബ് നദി അറിയപ്പെടുന്നതാണ് ചന്ദ്രഭാഗ നദി. എന്താണ്? ചന്ദ്രഭാഗ നദി. അതായത് തുടക്ക സമയത്ത് ചിനാബ് നദി അറിയപ്പെടുന്നതാണ് ചന്ദ്രഭാഗ നദി. ചന്ദ്രനദി, ഭാഗ നദി എന്നീ നദികൾ ഹിമാചൽ പ്രദേശിലെ ഏത് സ്ഥലത്ത് വെച്ച് ഒരുമിച്ച് ചേർന്നാണ് ചിനാബ് നദിയായി ഒഴുകുന്നത്? ടണ്ടി. സിന്ധുവിന്റെ പോഷക നദികളിൽ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ് നദി. സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ് നദി. ചിനാബ് നദിയിലെ ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ്? ബഗിഹാർ, ദുൽഹസ്തി, സലാർ എന്നിവയാണ് ചിനാബ് നദിയിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികൾ. ചിനാബ് നദിയിലെ ഏത് ജലവൈദ്യുത പദ്ധതിയുടെ പേരിലാണ് പാകിസ്ഥാനുമായി അതിർത്തി തർക്കമുള്ളത്? ബഗ്ലിഹാർ ജലവൈദ്യുത പദ്ധതി. ബഗ്ലിഹാർ ജലവൈദ്യുത പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാനുമായിട്ട് അവകാശ തർക്കം അല്ലെങ്കിൽ അതിർത്തി തർക്കം നിലനിൽക്കുന്നു. ഏത് ജലവൈദ്യുത പദ്ധതിയുടെ പേരിലാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് നിലനിൽക്കുന്നത്? അതായത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ അന്താരാഷ്ട്ര കേസുകൾ, അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള കേസുകളൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്, വാദിക്കപ്പെടുന്നത്. അത് ഈ ബഗ്ലിഹാർ ജലവൈദ്യുത പദ്ധതിയാണ്. തുടർന്നാൽ പാകിസ്ഥാന് ജലവൈദ്യുത പദ്ധതി അവകാശം ഉന്നയിക്കുന്നു, ആ സ്ഥലത്തിന്റെ അവകാശം ഉന്നയിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കേസ് ഉള്ളത്. ഹിമാചൽ പ്രദേശിലെ ചാമ്പ ഡിസ്ട്രിക്റ്റിൽ നിന്നും സിന്ധുവിന് ഏത് പോഷക നദിയാണ് ഉത്ഭവിക്കുന്നത്? അതായത് ചാമ്പ ഡിസ്ട്രിക്റ്റിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധു നദിയുടെ പോഷക നദിയാണ് രവി നദി. ഹിമാചൽ പ്രദേശിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദിയാണ് രവി നദി. പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദിയാണ് രവി നദി. ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്ന നദിയാണ് രവി നദി. ലാഹോറിന്റെ നദിയാണ് രവി നദി എന്നറിയപ്പെടുന്നത്. രവിയുടെ തീരത്തുള്ള പ്രധാന ശവകുടീരങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? രവിയുടെ തീരത്തുള്ള പ്രധാന ശവകുടീരങ്ങൾ ആരുടെയൊക്കെയാണ്? മനസ്സിലാക്കുക. രവി നദിയുടെ തീരത്ത് ഉള്ള ശവകുടീരങ്ങൾ പ്രധാനപ്പെട്ട മുഗൾ രാജാവായിരുന്ന ജഹാംഗീറിന്റെയും അതുപോലെ തന്നെ നൂർജഹാന്റെയും ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് രവി നദീ തീരത്താണ്. ലാഹോറിലെ നിഷാദ് ഭഗ് ഗാർഡൻ നിർമ്മിച്ചത് ആര്? പാകിസ്ഥാനിലെ ലാഹോറിലുള്ള നിഷാദ് ഭഗ് ഗാർഡൻ ഒരു പൂന്തോട്ടമാണ്. അത് നിർമ്മിച്ചത് ഷാജഹാൻ ആയിരുന്നു. ലാഹോറിലെ ഷാലിമാർ ഗാർഡൻ ആരാണ് നിർമ്മിച്ചത്? ജഹാംഗീർ. നമ്മളുടെ മുഗൾ രാജാക്കന്മാര് ഇതുപോലെ പൂന്തോട്ടങ്ങൾ നിർമ്മാണത്തിൽ
വലിയ പ്രാധാന്യം നൽകിയിരുന്നു. അവരുടെ ഭരണകാലത്തിൽ വിവിധ പ്രദേശങ്ങളുടെ ഭരണപ്രദേശത്തിന് കീഴിലുള്ള വിവിധ പ്രദേശങ്ങളിൽ പൂന്തോട്ടങ്ങൾ നിർമ്മിച്ചു. അതിൽ ലാഹോറിലെ ഷാൽമാർ ഗാർഡൻ നിർമ്മിച്ചത് ജഹാംഗീറിലും ലാഹോറിലെ നിഷാന്ത് ബാഗ് ഗാർഡൻ നിർമ്മിച്ചത് ഷാജഹാനും ആയിരുന്നു. രവി നദിയിലെ പ്രധാനപ്പെട്ട അണക്കെട്ട് ഏതാണ്? അത് രഞ്ജിത് സാഗർ ഡാം അല്ലെങ്കിൽ തെയ് ഡാം എന്നറിയപ്പെടുന്ന രഞ്ജിത് സാഗർ ഡാം അല്ലെങ്കിൽ തെയ് ഡാം ആണ് രവി നദിയിലെ പ്രധാനപ്പെട്ട അണക്കെട്ട്. ഝലം നദി ഉത്ഭവം എവിടെ നിന്നാണ്? വെരിനാഗ് ഹിമാനി, കാശ്മീരിലെ വെരിനാഗ് ഹിമാനിയിൽ നിന്നാണ് ഝലം നദി ഉത്ഭവിക്കുന്നത്. സിന്ധുവിന്റെ പോഷക നദികളിൽ വടക്കേ അറ്റത്തും പടിഞ്ഞാറേ അറ്റത്തുമായി കാണപ്പെടുന്ന പോഷക നദി ഏതാണ്? അതായത് സിന്ധു നദിയുടെ പോഷക നദികൾ വടക്കേ അറ്റത്തും പടിഞ്ഞാറേ അറ്റത്തുമായി കാണപ്പെടുന്ന പോഷക നദിയാണ് ഝലം നദി. ഝലം നദി ഏത് തടാകത്തിലാണ് ഒഴുകി എത്തുന്നത്? ഊളാർ തടാകത്തിലാണ്. ഊളാർ തടാകത്തിലാണ് ഝലം നദി ഒഴുകി എത്തുന്നത്. ഊളാർ തടാകം ഏത് പട്ടണത്തിലാണ് ഉള്ളത്? ബാരമുള്ള പട്ടണത്തിലാണ് ഊളാർ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഝലം നദിയിലെ ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ്? ഝലം നദിയിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളാണ് ഉറി കിഷൻഗംഗ എന്നീ രണ്ടുവയാണ് ഝലം നദിയിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികൾ. കിഷൻഗംഗ ഏത് നദിയുടെ പോഷക നദിയാണ്? കിഷൻഗംഗ ഏത് നദിയുടെ പോഷക നദിയാണെന്ന് ചോദിച്ചാൽ ഝലം നദിയുടെ പോഷക നദിയാണ് കിഷൻഗംഗ. ഝലം നദിയുടെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണ്? അത് ശ്രീനഗറും ബാരമുള്ളയും ശ്രീനഗറുമാണ് ഝലം നദിയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങൾ. ഝലം നദിയുടെ തീരത്തെ BC 326 നടന്ന യുദ്ധം ഏതാണ്? ഒരു പ്രസിദ്ധമായ യുദ്ധമാണ്. BC 326 നടന്നത് ഹെഡാസ്പസ് യുദ്ധം. ഹെഡാസ്പസ് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? അലക്സാണ്ടർ ചക്രവർത്തിയും പോറസ് രാജാവും. അന്നത്തെ നമ്മളെ ഇന്ത്യ ഉൾപ്പെടുന്ന ഭൂപ്രദേശം ഭരിച്ചിരുന്ന പോറസ് എന്ന് പറയുന്ന ഒരു രാജാവും അതുപോലെ തന്നെ മെസപ്പൊട്ടേമിയയിൽ നിന്നുള്ള അലക്സാണ്ടർ ചക്രവർത്തിയും, ലോകം കീഴടക്കുവാനായിട്ട് ഇറങ്ങിത്തിരിച്ച അലക്സാണ്ടർ ചക്രവർത്തിയും തമ്മിൽ ഝലം നദിയുടെ തീരത്ത് വെച്ച് നടന്ന യുദ്ധമാണ് ഝലം യുദ്ധം അല്ലെങ്കിൽ ഹെഡാസ്പസ് യുദ്ധം. ഗ്രീക്കിൽ ഝലം നദി അറിയപ്പെടുന്ന ഏത് പേരിലാണ്? ഹെഡാസ്പസ് എന്നാണ് ഝലം നദി ഗ്രീക്ക് ഭാഷയിൽ അറിയപ്പെടുന്നത്. ഈ യുദ്ധത്തിൽ പോറസ് പരാജയപ്പെട്ടു. ഇതിലാണ് സിന്ധു നദിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കീ പോയിന്റ്സ്. എല്ലാവർക്കും പ്രത്യേകം നന്ദി.